الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قلنا اهبطوا منها جميعا وإما يأتينكم مني هدى فمن تبع هدايا فلا خوف عليهم ولا هم يحزنون. പരിശുദ്ധ ഇസ്ലാമിന്റെ വളവും തിരിവുമില്ലാത്ത സ്ത്രീ പുരുഷന്മാരുടെ കഴിവുകൾക്കും സാഹചര്യങ്ങൾക്കും യോജിച്ചതായ നിയമങ്ങളും ശാസനകളും ഇസ്ലാമിലെ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളും ഇസ്ലാമിലെ മഹത്തായ പെരുമാറ്റ മര്യാദകളും ആദ്യമായി സൃഷ്ടാവിന്റെ കിതാബായ വിശുദ്ധ ഖുർആനിൽ നിന്നും ശേഷം അവന്റെ പ്രവാചകന്റെ മഹത്തായ ഉപദേശ നിർദ്ദേശങ്ങളിൽ നിന്നും ശരിക്കും മനസ്സിലാക്കി ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും എല്ലാ തുറകളിലും അവ അനുഷ്ഠിച്ച് ശരിയായ മുത്തഖീങ്ങളായി ഭയഭക്തന്മാരായി മാതൃകാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളുമായി മഹത്തായ പെരുമാറ്റ മര്യാദയുടെ അനുയായികളായി ജീവിച്ചു മരിക്കാൻ ആദ്യമായി എന്നോടും തുടർന്ന് പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരിമാരോടും സഹോദരന്മാരോടും ഉപദേശിച്ചു കൊള്ളുന്നു. മനുഷ്യ ജീവിതത്തിൽ ഓരോരോ വ്യക്തികളോടുള്ള ഇസ്ലാമിലെ പെരുമാറ്റ മര്യാദകളാണ് നാം വിശദീകരിച്ച് വരുന്നത്. ഇനി നമ്മെ ഭരിക്കുന്ന ഭരണാധികാരികൾ അവരോടുള്ള പെരുമാറ്റ മര്യാദകളും ഭരണാധികാരികൾ പ്രജകളോടുള്ള പെരുമാറ്റത്തിന്റെ മര്യാദകളും ഇസ്ലാം മതം വ്യക്തമായും കണിശമായും നമുക്ക് വിശദീകരിച്ച് തരികയാണ്. കാരണം മനുഷ്യ ജീവിതത്തിലെ ഒരൊറ്റ രംഗവും സ്പർശിക്കാതെ ഇസ്ലാം മതം പോകുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ
ആദ്യമായി ഭരണാധികാരികൾക്ക് നമ്മളിൽ നിന്ന് ലഭിക്കേണ്ടത് അനുസരം ഇതാത്താണ്. അത് വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ സത്യവിശ്വാസികളാവണമെങ്കിൽ ആദ്യമായി നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന സൃഷ്ടാവായ അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം. അതിനുശേഷം അവന്റെ ദിവ്യ സന്ദേശമൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ അള്ളാഹു നിയോഗിക്കുന്ന അവന്റെ പ്രവാചകന്മാരെ, ദൂതനെയും നിങ്ങൾ അനുസരിക്കണം. വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്ന് കൽപ്പിക്കാനും ശാസിക്കാനും അവകാശമുള്ളവരെയും നിങ്ങൾ അനുസരിക്കണമെന്ന് പറയുകയാണ്. ഈ ഉലുൽ അംറിന്റെ പരിധിയിൽപ്പെട്ടതാണ് നാട് ഭരിക്കുന്ന, നമ്മെ ഭരിക്കുന്ന ഭരണാധികാരികൾ. അപ്പൊ അവരെ അനുസരിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ആദ്യത്തെ കടപ്പാട്, ബാധ്യത. ഇനി പ്രവാചകൻ നമുക്ക് നമ്മെ ഭരിക്കുന്നവരെ അനുസരിക്കാതിരിക്കാനും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ചില ചേതോവികാരങ്ങൾ, ചില കാരണങ്ങളുണ്ട്. അതും പ്രവാചകൻ വ്യക്തമായി നമ്മെ ഉണർത്തി. ഒന്നാമത്, നമ്മളെക്കാളൊക്കെ താഴ്ന്ന പദവിയൊക്കെ ഉള്ള ആളുകൾ അവര് അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അവർണരായ ആളുകൾ ചിലപ്പോൾ സവർണരുടെ മേലിൽ ആധിപത്യം, ഭരണം ഏറ്റെടുത്തെന്ന് വരും. അല്ലെ കറുത്തവര് വെളുത്തവന്റെ മേലിൽ അധികാരം ലഭിച്ച് എന്ന് വന്നേക്കാം. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്നേഹിതന്മാര്, വർണ്ണ വിവേചന നയം മനുഷ്യന്മാർ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും മനുഷ്യന്റെ മനസ്സെന്ന് അത് പോയിട്ടില്ല. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റിന് വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അല്പം പരാജയം ഉണ്ടാവാനുള്ളൊരു പ്രധാന കാരണം അയാളൊരു വെളുത്തവനായില്ല, അദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനായി എന്നതാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായും മനുഷ്യന്മാരെ മേലധികാരിയെ, ഭരണാധികാരിയെ അനുസരിക്കാൻ പ്രേരിപ്പിച്ചെന്ന് വരും. എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് അയാളൊരു അവർണനാണെങ്കിൽ, താഴ്ന്ന ജാതിയാണെങ്കിൽ, ഈ ഉദ്യോഗസ്ഥന്മാരെ പോലീസുകാർ ഉന്നത ജാതിയിൽപ്പെട്ടവനാണെങ്കിൽ ഏമാനെ അനുസരിക്കുന്നത് പോയിട്ട് ഏമാനെ ചിലപ്പോൾ നശിപ്പിക്കാൻ വരെ, തന്ത്രത്തിലൂടെ കൊല്ലാൻ വരെ ശ്രമിച്ചെന്ന് വരും. അത്തരം സംഭവങ്ങളൊക്കെ കേരളത്തിൽ വരെ നടന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹ് ആ വിഷയം പ്രത്യേകം നമ്മെ ഉണർത്തുകയാണ്. അസ്സംഅ വത്താഅ, നബി പറഞ്ഞു, നീ കേൾക്കണം, അനുസരിക്കണം. വൈൻ ഉസ്തോമില അലൈക്കും അബ്ദുൻ അബിഷിയുൻ, ഒരു നീഗ്രോ ആയ അടിമയാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ വരെ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. കാന്ന റഅ്സഹു സബീബ, ആ മേലധികാരിന്റെ അലയ ഭരണാധികാരിയുടെ തല ഈ ഉണങ്ങിയ മുന്തിരി പോലെ വികൃതമാണ്. അപ്പൊ ഉണങ്ങിയ മുന്തിരി പോലെ വികൃതമായ തലയുള്ള ഒരു നീഗ്രോയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തതെങ്കിൽ നീ ആ ഭരണാധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് പ്രവാചകൻ പ്രത്യേകം തന്നെ ഉണർത്തുകയാണ്. അപ്പൊ ആ ചിന്താഗതി ഒരിക്കലും ഒരു മുസൽമാന് പാടില്ല. ഒരു താഴ്ന്ന ജാതിക്കാരനാണ് തന്റെ മേലധികാരി, ഭരണാധികാരി എങ്കിൽ അത് കാരണത്താൽ അവനെ അനുസരിക്കുന്നതിൽ നമുക്കൊരു മടുപ്പോ വെറുപ്പോ ഉണ്ടാവാൻ പാടില്ല. ഇനി രണ്ടാമത്, നമ്മെ അനുസരണക്കേട് കാണിക്കാൻ പ്രേരിപ്പിക്കാം. ചിലപ്പോൾ നമുക്ക് പ്രയാസകരമാവുന്ന ചിലത് നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചെന്ന് വരും, ഭരണാധികാരി തീരുമാനിച്ചെന്ന് വരും. ചിലപ്പോൾ നികുതി കൂട്ടിയെന്ന് വരും. അങ്ങനെയൊക്കെ ആണ് അവസരത്തിലും പ്രവാചകൻ പറഞ്ഞു, ഫീ ഉസിരിക വ യുസിരിക, ഭരണാധികാരികൾ എടുക്കുന്ന തീരുമാനം വ്യക്തിപരമായി നിനക്ക് ഞെരുക്കമുണ്ടാക്കുന്നതാണെങ്കിലും
നീ ആ വിഷയത്തിനും അനുസരിക്കണം. നിനക്ക് എളുപ്പമുണ്ടാവുന്നത് ആണെങ്കിലും മറ്റൊരിക്കൽ ഫീമ അഹബ്ബ ഫീമ കരിയ, ഒരാൾ ഇഷ്ടപ്പെടുന്ന വിഷയമാവട്ടെ അതിൽ മാത്രം ഗവൺമെന്റിന് അനുസരിക്കാം. അതേ സമയത്ത് നമ്മുടെ താല്പര്യത്തിന് എതിരാണ്, സമൂഹത്തിന് മൊത്തത്തിൽ ജനങ്ങൾക്ക് പ്രജകൾക്ക് അതുകൊണ്ട് ഗുണവുമാണ് എങ്കിൽ വരെ നീ അനുസരണക്കേട് കാണിക്കാൻ പാടില്ല, ആ വിഷയത്തിൽ നീ അനുസരിക്കണമെന്ന് പറയാണ്. അപ്പൊ ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി സ്നേഹിതന്മാരെ, ഇസ്ലാമിന്റെ അടിസ്ഥാന മൗലികമായ തത്വം പ്രവാചകൻ പറഞ്ഞു. അതായത് ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, സൃഷ്ടാവിന്റെ കൽപ്പനക്കെതിരായിട്ട്, പടച്ചവന്റെ താല്പര്യക്കെതിരായിട്ട് ഒരു പടപ്പിനും നമ്മൾ അനുസരിക്കാൻ പാടില്ല. അത് പ്രത്യേകം ഭരണരംഗത്ത് ശ്രദ്ധിക്കണമെന്ന് നബി ഒന്നും കൂടി ഉണർത്തി. അസംഹവത്ത, ആ കേൾവിയും അനുസരണമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇദാലം യുഅ്മർ ഫിൽ മഅസിയത്തി, ഒരു വ്യക്തിയോട് തിന്മയിൽ അനുസരിക്കാൻ ഗവൺമെന്റ് പറയാണ്, മദ്യപാനം അനുവദിക്കാണ്, അല്ലെ ചൂതാട്ടൊക്കെ പ്രചരിപ്പിക്കാണ്, അപ്പൊ നിങ്ങളും അതിലൊക്കെ പങ്കുചേരണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നിർശാസം പ്രത്യേകം ഉണർത്തുകയാണ്, തെറ്റില് അനുസരിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും അനുസരിക്കാൻ പാടില്ല. ഇന്നമ തഅതു ബിൽ മഅറൂഫി, നിർശാസം മൗലിക അനുസരണത്തിന്റെ ഭരണാധികാരികളൊക്കെ അനുസരിക്കേണ്ട അടിസ്ഥാന തത്വനബി പറയാണ്, അനുസരണവും കേൾവിയൊക്കെ നന്മയിലാണ്. ഒരിക്കലും പടച്ചോന്റെ താല്പര്യത്തിനെതിരായത്, പടച്ചോന് അനിഷ്ടകരമായ സംഗതിയിൽ ഒരിക്കലും അനുസരിച്ചു പോകരുത് എന്ന് നബി ഉണർത്തുകയും ചെയ്യാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഗവൺമെന്റ് പാസ്സാക്കിയതാണ്, അല്ലെ പിതാവ് പറഞ്ഞതാണ്, അല്ലെ പുയ്യാപ്പിള പറഞ്ഞതാണ്, അല്ലെ മക്കൾ പറഞ്ഞതാണ് എന്നതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു രംഗത്തും പടച്ചവന്റെ നിയമത്തിനെതിരായ സംഗതിയിൽ അതിൽ കേൾവിയോ അനുസരണമോ ഇല്ല എന്ന് പറയാണ്. അതേ സമയത്ത് സായുധ സമരം നടത്താനും പാടില്ല എന്ന് രക്ഷാസം പറഞ്ഞു. ഇനി ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ സായുധ സമരം നടത്താൻ പാടില്ല. സായുധ സമരമൊക്കെ വലിയ കുഫറുകൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, വലിയ കുഫറുകൾ കൽപ്പിക്കുകയാണെങ്കിൽ മാത്രമേ പാടുള്ളൂ. അല്ലാത്ത അവസരത്തിൽ ഭരണാധികാരികൾക്കെതിരെ സായുധ സമരത്തിന് പെട്ടെന്ന് രംഗത്ത് വരാനും പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗവൺമെന്റ് എന്തെങ്കിലും കള്ള് പാസാക്കിയ ചൂതാട്ടൊക്കെ നടത്തിയൊക്കെ ചെയ്താൽ അപ്പൊ അതിനെതിരെ സായുധ സമരത്തിന് നമ്മൾ രംഗത്ത് വരാൻ പാടില്ല. അതൊക്കെ വളരെ അസന്നിഗ്ധമായ ഘട്ടത്തിൽ, അനിവാര്യമായ ഘട്ടത്തിൽ മാത്രമാണ് ഈ സായുധ സമരം ഇസ്ലാം അത് അനുവദിക്കുന്നത്. അല്ലാത്ത രംഗത്തൊക്കെ പരമാവധി ബഹിഷ്കരണങ്ങളോ, ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് നേരെ നമ്മളെ അടിച്ചോടിച്ചത് യഥാർത്ഥത്തിൽ സായുധ സമരം കൊണ്ടായിരുന്നില്ലല്ലോ. അതും ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന തത്വമാണ്. നേർശാസം പറഞ്ഞത് ഭരണാധികാരിക്കെതിരെ സായുധ സമരം നടത്തണമെങ്കിൽ വളരെ വ്യക്തമായ നിലക്കുള്ള കുഫറുകൾ അവര് നടപ്പാക്കിയാലേ പാടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ജനാധിപത്യ രാഷ്ട്രമാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. മതേതരത്വ ജനാധിപത്യ രാഷ്ട്രമാണെങ്കിലും സായുധ സമരത്തിന്റെ ആവശ്യമില്ല. നേരെ മറിച്ച് ഏകാധിപതിയായ രാജാവാണ് ഭരിക്കുന്നത്, അവിടെ ജനാധിപത്യത്തിന് പ്രസക്തിയില്ല. അങ്ങനെയൊക്കെ വരുമ്പം ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ മാത്രമാണ് ആയുധമേന്തിയുള്ള സമരം ഇസ്ലാം മതം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാം. ഏത് സ്നേഹിതന്മാര്, ഭരണാധികാരികൾക്ക് പ്രജകളോടുള്ള കടപ്പാടാണ്. അതും വളരെ നല്ല നിലക്കുള്ള പെരുമാറ്റമായിരിക്കണം ഭരണാധികാരികൾ കീഴിലുള്ള ആളുകളോട്, അല്ലെ മേലുദ്യോഗസ്ഥൻ കീഴ് ഉദ്യോഗസ്ഥനോട് കാണിക്കേണ്ടത്. ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനവും മൗലികവുമായ തത്വം ആ സയ്യിദു ഖാദിമുൽ ഖൗമി എന്നതാണ്. നേതാവ്, ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അവര് ജനങ്ങളെ വൃത്യനാണ്, വേലക്കാരനാണ് എന്നതാണ്. ആ ഭരണാധികാരികൾ പ്രജകളെ കാണേണ്ടത്, പ്രജകളുടെ മേലെ തന്നെ കാണേണ്ടത് ഞാൻ അവരെക്കാളൊക്കെ മേൽ ഉദ്യോഗസ്ഥനാണ്, മേലധികാരിയാണെന്ന് നിൽക്കല്ല, ഞാൻ കേവലം അവരിൽ വേലക്കാരനാണ്, വൃത്യനാണ്. അപ്പം ഇസ്ലാം മതം ഒന്നാമത് കൽപ്പിക്കുന്നത് ഭരണാധികാരികൾ പ്രജകളുടെ മേലിൽ, അല്ലെ മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥന്റെ മേലിൽ തന്നെ ദർശിക്കേണ്ടത് കേവലം ഒരു വൃത്യനായിട്ട്. ഒരു ഓഫീസിലെ മേലധികാരി ആ ഓഫീസിലെ ഒരു വൃത്യനായിട്ട് തന്റെ കീഴുദ്യോഗസ്ഥന്മാർക്കൊക്കെ വേല ചെയ്തു കൊടുക്കുക, അവരെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടി ശ്രമിക്കാം.
അങ്ങനെ ഒരു ഖാദിമായി വേലക്കാരനായ ഭരണാധികാരികൾ സ്വയം ദർശിക്കണമെന്ന് ഇസ്ലാം മതം നിർദ്ദേശിക്കുകയാണ്. അതൊന്ന് സെയ്തന്മാരെ ശ്രദ്ധിച്ചിക്കണമെങ്കിൽ എല്ലാ രംഗവും സ്വർഗമാക്കി തീർക്കാൻ നമ്മൾ കൊണ്ട് സാധിക്കൂലേ. എന്നിട്ട് നബിസാസ മൗലികമായ അടിസ്ഥാനപരമായ ചില നിർദ്ദേശങ്ങൾ നൽകി. യജ്തഹിദു ലഹു, ഭരണാധികാരികൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ജനങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുക. തന്റെ സമയം മുഴുവനും രാത്രി ഉറക്കം വരെ ഉറങ്ങാതെ പ്രജകളുടെ കാര്യത്തിന് വേണ്ടി അവൻ ജിഹാദ് കഠിനാധ്വാനം ചെയ്യണമെന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ ഒന്നാമത് മേലുദ്യോഗസ്ഥന് അല്ലെ ഭരണാധികാരികൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് തന്റെ സമയവും വിശ്രമമൊക്കെ പരമാവധി അധ്വാനിച്ച് ജനങ്ങളെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് സ്നേഹിതന്മാരെന്ന് നേരെ എതിരല്ലേ. ഭരണാധികാരികൾ അവിടെ ജീവിതം സുരക്ഷിതമാക്കാനും ഓരോ മന്ത്രിമാർക്കൊക്കെ വരുന്ന യാത്രാ ചെലവ് എത്രയാണ്. അപ്പൊ അവര് ചിലപ്പോൾ നടന്നിട്ട് പോയിട്ടെങ്കിലും യാത്രാ ചെലവൊക്കെ ചുരുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അവൻ വിശ്വാസം പറഞ്ഞത് പ്രധാനമായി ഇതാണ്, പരമാവധി ജനങ്ങളുടെ ജീവിതം സുഖകരമാവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യാം. രണ്ടാമത് വിശ്വാസം പറഞ്ഞത് അവർക്ക് വേണ്ടിയിട്ട് ഗുണം കാക്ഷിക്കാം, നസീഹത്ത് കാക്ഷിക്കാൻ, നന്മ വരണമെന്ന ചിന്തയായിരിക്കണം ഭരണാധികാരികൾക്ക് പരമാവധി ഉണ്ടാവേണ്ടത്. പ്രജകളെ പിച്ച് എങ്ങനെയും ചൂഷണം ചെയ്ത് അവർക്ക് സഹിക്കാൻ വയ്യാത്ത നികുതികളൊക്കെ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് തന്റെ കാര്യങ്ങൾ സുഖകരമാക്കുക എന്നതാവാൻ പാടില്ല. നേരെ മറിച്ച് എപ്പോഴും തന്റെ ഉദ്ദേശം ഞാൻ പട്ടിണി കിടന്നാലും ഞാൻ നടന്നാലും മറ്റൊരു വാഹനത്തിൽ സഞ്ചരിപ്പിക്കണം, ഇങ്ങനെ പ്രജകളുടെ ജീവിതം സുഖകരമാക്കുന്നതായിരിക്കണം അവന്റെ ഉദ്ദേശമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. അപ്പൊ ഈ വിഷയൊക്കെ ഈ രംഗത്തൊക്കെ ഏറ്റവും നല്ല ആർക്കും വെല്ലാൻ പറ്റാത്ത അതാ നമ്മൾ ചോദിക്കാറുള്ളത്. ഇവിടെ ഇസ്ലാമിനോട് നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പകരം വെക്കാൻ ഒരു ദീൻ ഏതാണുള്ളത്? ഏതെങ്കിലും രംഗത്തുണ്ടോ സുഹൃത്തുക്കൾ? ഏകദൈവത്തിന്റെ വിശ്വാസത്തിൽ ഇസ്ലാമിന് മുസ്ലിങ്ങളവിടെ കുഴിച്ചു മൂടിയാൽ ഏകദൈവ വിശ്വാസത്തിന്റെ സ്ഥാനത്ത് വെക്കാൻ പറ്റിയ ഒരു മതം ക്രൈസ്തവർക്കോ അല്ലെ മറ്റുള്ള മതസ്ഥർക്കോ പറയാനുണ്ടോ? അല്ലെ ഇസ്ലാമിന്റെ സാമ്പത്തിക രംഗം കുഴിച്ചു മൂടിയാൽ സോഷ്യലിസത്തിന് വരെ ബദൽ നിൽക്കാൻ സാധിക്കോ? ഇസ്ലാമിന്റെ ധനപരമായ രംഗത്ത് ഇല്ല എന്നുള്ളത് ലോകത്ത് നടന്ന എല്ലാ സംഭവങ്ങളും വിളിച്ചു പറഞ്ഞതാണ്. എല്ലാ രാജ്യങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഇസ്ലാമിക സാമ്പത്തിക സിദ്ധാന്തത്തിലേക്ക് മടങ്ങാണ്. ഏതെങ്കിലും രംഗത്തൊരു സംസ്കാരം ഇപ്പൊ മലമൂത്ര വിസർജനം ചെയ്താൽ വൃത്തിയാക്കണമെന്ന് ഇസ്ലാം അല്ലാതെ വേറെ ഏത് മതത്തിലാണ് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്? അതുവരെ പറയാത്ത മതങ്ങളല്ല ഉള്ളത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ആ മഹത്വങ്ങൾ ഓരോ രംഗത്തും നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും നമ്മുടെ ജീവിതത്തിലുള്ളത് മനസ്സിലാക്കിപ്പിക്കാനും ശ്രമിക്കുകയാണ് വേണ്ടത്. ഇനി സ്നേഹിതന്മാരെ മറ്റൊരു രംഗമാണ്, അതായത് നമ്മളെക്കാൾ മുതിർന്നവരോട്, നമ്മളെക്കാളൊക്കെ പ്രായം ചെന്നവരോട് ഒരു മുസൽമാന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം? ഒരു രംഗമാണ് ജീവിതത്തിൽ. അതും ഇസ്ലാമത കണിശമായി വ്യക്തമായി പഠിപ്പിച്ചെന്ന് നിർദ്ദേശം പറഞ്ഞ് ഷറഫ കബീരിന എന്ന് വിശ്വാസം പറയാണ്. ലൈസമിന്ന മല്ലം യായിരിഫ് ഷറഫ കബീരിന ഷെയ്ഖിന, നമ്മൾപ്പെട്ട കിഴവന്മാര്, മുതിർന്നവര്, അവരെ സ്ഥാനം പദവിയൊന്നും മനസ്സിലാക്കാത്ത യുവാക്കന്മാര്, അവരൊരിക്കലും ഇസ്ലാമിൽ മുസ്ലിങ്ങൾ പെട്ടവനല്ല എന്ന് പറയാണ്. അപ്പൊ നമ്മൾ ആദ്യം അത് മനസ്സിലാക്കുന്ന മുസൽമാന് എന്നെക്കാളും പ്രായം നിറഞ്ഞവന് എനിക്ക് ചില കടപ്പാടുണ്ട്, ബാധ്യതയുണ്ട്, ഓന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കണം, വയസ്സിനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു യുവാവ് അവൻ വയസ്സിനെ ബഹുമാനിച്ചും കൊണ്ട് ഒരാളെ വയസ്സിനെ പരിഗണിച്ച് ബഹുമാനിച്ച് ബസ്സിൽ നമ്മൾ ഇരിക്കുകയാണ്. ഒരു കിഴവനായ മനുഷ്യൻ ബസ്സിൽ കയറുകയാണ്. അപ്പൊ നമ്മൾ ഓന്റെ പൈസനെ ആദരിച്ചിട്ടല്ലോ, ഓൻ ചിലപ്പോൾ തോട്ടിയാന്ന് വിചാരിക്കുകയും അത് വളരെ ഒരു ഒന്നുമില്ലാത്തൊരു മനുഷ്യനാന്ന് വിചാരിക്കുക, തെണ്ടി നടക്കുന്ന യാചകനാണ് ബസ് സ്റ്റാൻഡിലൊക്കെ. എങ്കിലും ഡോക്ടറായ നമ്മൾ അല്ലെ ഉന്നതനായ നമ്മൾ ആ കിഴവനെ ഓന്റെ വയസ്സിനെ ബഹുമാനിച്ച് സീറ്റുന്നോണ്ട് എഴുന്നേറ്റിട്ട് ഓനങ്ങ് ഇരുത്തിക്കഴിഞ്ഞാൽ നിശ്വാസം പറയാണ് അയ്യല്ലാഹു ലഹു, അവനും വയസ്സാവുമല്ല, യുവാവിനൊരു കാലത്ത് വയസ്സാവും, അവനും പ്രയാസപ്പെട്ട് ബസ് കയറുന്ന സമയത്ത് ഇതിന് ശുക്ർ എന്ന നിലക്ക് പഠിച്ചോന് ഒരു യുവാവിന് അവന് സീറ്റ് ഒഴിവാക്കി കൊടുക്കാൻ അവ തോന്നിപ്പിക്കുമെന്ന് പറഞ്ഞു. അവൻ നമ്മൾ ഒരുത്തനെ കിഴവനെ ഒരു വയസ്സനെ ആദരിച്ചു കഴിഞ്ഞാൽ
ഏത് യുവാവായി നമ്മളും കുറച്ചു കഴിഞ്ഞാൽ കിഴവനാകുകയാണ്. ആ കിഴവനാകുന്ന സമയത്ത് ആദരിക്കാൻ അവന് വേറൊരാൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ ഈ സ്വഭാവം തീരെ കാണാത്തൊരു പ്രദേശം കോഴിക്കോടാണ്. പെരിക്കാറിയ ബസ്സിലൊക്കെ മുതിർന്നവർക്ക് എഴുതി വെച്ച സീറ്റുണ്ടാവും. സീറ്റിൽ കൊടുക്കുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് സീറ്റിൽ ഇരിക്കാനൊക്കെ അവകാശമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അത് അവർക്കുള്ള അവകാശമാണ്. അവ സീറ്റാണ് എന്ന് വിചാരിച്ചിട്ട് സീറ്റ് ഒഴിവുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇരിക്കാം. അതേ സമയത്ത് സ്നേഹിതന്മാര് മുതിർന്നവർക്ക്, പ്രായം കൂടുതലുള്ളവർക്ക് എന്ന് എഴുതി വെച്ച സീറ്റിൽ വരെ പിള്ളേരിങ്ങനെ ഇരിക്കണാണ്. നിങ്ങൾ 90-100 വയസ്സുള്ള കുട്ടികൾ വരെ കയറിയാലോ സീറ്റ് ഒഴിവാക്കി കൊടുക്കൂല. എന്നാൽ എന്റെ മലപ്പുറത്ത് നേരെ എതിരുവാണ്. സീറ്റ് ഒഴിവുണ്ടാകാൻ തന്നെ വിദ്യാർത്ഥികൾ ഇരിക്കൂല. അത് കണ്ടക്ടർ തെറി പറച്ചിൽ കേട്ടിട്ട് തന്നെയാണ്, എല്ലാം ഞാൻ പറയുന്നില്ല. എങ്കിലും അവിടെ കുറച്ച് അധികമാണ്. സീറ്റ് അങ്ങനെ ഒഴിവായി കിടക്കുകയാണെങ്കിലും വിദ്യാർത്ഥിനികളും ഇരിക്കൂല. നേരെ ചില പ്രദേശങ്ങളിൽ അങ്ങനെയല്ല, വേഷന്മാരൊക്കെ തട്ടി മാറ്റിങ്ങാണ്ടാണ് വിദ്യാർത്ഥികൾ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നില്ല, അവർക്ക് സീറ്റിൽ ഇരിക്കാൻ അവകാശമല്ല എന്നല്ല പറയുന്നത്. അവിടെയൊക്കെ സ്നേഹിതന്മാര്, ഞാൻ വിദ്യാർത്ഥിയാണ്, സീറ്റ് പകുതി 10 പൈസ കൊടുക്കുകയാണെന്ന് വിചാരിച്ചിട്ട് വിദ്യാർത്ഥികൾ എഴുന്നേൽക്കേണ്ട ആവശ്യമല്ല. നേരെ മറിച്ച് എന്നേക്കാൾ പ്രായമുള്ളവനാണ്, എന്റെ ബാപ്പാനേക്കാൾ വയസ്സാ മനുഷ്യനുണ്ട്, ഞാൻ മുസ്ലിമായ വിദ്യാർത്ഥിയാണ്, യുവാവാണ്, എന്റെ മതം പറഞ്ഞെന്താ, ഞാൻ 5 നേരം നിസ്കരിച്ചിട്ടും ഒന്നും ഞാൻ മുസ്ലിം ആവൂല, എന്നേക്കാൾ വയസ്സ് നിറഞ്ഞവന്, പ്രായം കൂടിയവന്റെ കഷ്ടപ്പാട്, ബുദ്ധിമുട്ടൊക്കെ, പ്രയാസങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചാല് അവൻ മുസ്ലിമാവുള്ളൂ എന്ന് എന്റെ മതം പറഞ്ഞിട്ടുണ്ട്. നിലക്ക് നമ്മൾ ആ ചെയ്യാം. ഈ രംഗത്തൊക്കെ സ്നേഹിതന്മാരെ വളരെ മോശമാണ്. നമ്മൾ മുസ്ലിങ്ങൾ, സംസ്കാരമുള്ള മുസ്ലിങ്ങൾ. നേരെ മറിച്ച് ബ്രിട്ടനിലൊക്കെ ചെന്ന് നോക്കി നിങ്ങൾ, ബ്രിട്ടനിലെ അമേരിക്കയിലൊക്കെ ട്രെയിനുകൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു കൈ പിടിച്ചാൻ വരെ കമ്പിമ സ്ഥാനം ഉണ്ടാവില്ല, അത്ര തിരക്കായിരിക്കും. പക്ഷെ ഒരു സ്റ്റേഷനിൽ, റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എത്തി, ഒരു യാത്രക്കാരൻ ഇറങ്ങിയാൽ 5-10 മിനിറ്റ് ആ സീറ്റ് അങ്ങനെ വെറുതെ കിടക്കുക. ഓരോരുത്തരും ഇന്നോൻ ഇരിക്കട്ടെ എന്ന് പറയാണ്, വിചാരിക്കാണ്. അവസാനം ആരും ഇരിക്കൂലെങ്കിൽ എന്നാ ഞാൻ ഇരിക്കട്ടെ എന്നാണ് ഇരിക്കുന്നത്. ഒരു കളവല്ല സ്നേഹിതന്മാര്, യാഥാർത്ഥ്യമാണ്. അവരൊക്കെ ഇസ്ലാമിനെ പഠിച്ചിക്കണമെങ്കിൽ നമ്മളെക്കാളൊക്കെ എത്ര മെച്ചുണ്ടാവും എന്നറിയോ? ഇസ്ലാമിനെ പഠിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കലായി ഇസ്ലാം പറയുന്ന സംസ്കാരമൊക്കെ യൂറോപ്യന്മാരിലാണ് മിക്ക രംഗത്തും കാണാൻ സാധിക്കുക. വൃത്തിയുടെ രംഗത്തൊക്കെ ആവട്ടെ. എന്നാൽ നമ്മുടെ നാട്ടിൽ അതാണ്. മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശമാണെങ്കിലോ വയസ്സന്മാരെ വരെ തട്ടിമാറ്റി സീറ്റിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുക. അവ നല്ലതൊക്കെ നബിസാസം പറഞ്ഞ് ഒരു കാലം വരുന്നുണ്ട്, എന്റെ സമുദായത്തിൽപ്പെട്ട, എന്റെ ഇസ്ലാമിൽപ്പെട്ട നല്ല ഗുണങ്ങളൊക്കെ ഇതര ജാതികൾ കടമെടുക്കും. മറ്റു ജാതികളുടെ വൃത്തികേടുകളോ ഇതര സമുദായത്തിലെ വൃത്തികേടുകളോ അതെല്ലാം തന്നെ മുസ്ലിം സമൂഹം ഇങ്ങോട്ട് വായ്പ വാങ്ങുകയും ചെയ്യുമെന്ന് നബി ഉണർത്തുകയാണ്. അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹിതന്മാര്. അപ്പൊ ഈ രംഗത്തൊക്കെ അതാണ്. അതേ ഒപ്പം തന്നെ നബിസാസം പറഞ്ഞു ചെയ്ത് ചെറിയ കുട്ടികളുടെ ബഹുമാനം, അവരെ ബഹുമാനിക്കാനും മുതിർന്നവരും പഠിക്കണം. കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് പിടിച്ചട് ഇച്ചടവിടുന്ന 2 സീറ്റ് നിന്നൊക്കെ വലിച്ചടിടുക, ഒരു 10 പൈസയും കൊടുത്ത് അങ്ങനെ കുത്തിരിക്കുകയല്ലേ എന്നൊക്കെ പറയാനും പാടില്ല. പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെല്ലാവരും ഇരിക്കുകയാണ്, ഇരുന്നോട്ടെ എന്ന നിലയ്ക്ക് മുതിർന്നവരും കുട്ടികളെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ മുതിർന്നവരും പഠിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉണർത്തുകയാണ്. ആ ചെറിയവരാണെങ്കിൽ ആ കുട്ടികളെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ, അവരുടെ കരുണ ചെയ്യാനുള്ള സ്വഭാവം മുതിർന്നവർക്കുണ്ടാവണം. അപ്പൊ കൊച്ചു രംഗത്ത് വരെ ഏറ്റവും നല്ല പെരുമാറ്റ മര്യാദകൾ ഇസ്ലാം മതം നമുക്ക് നിർദ്ദേശിക്കുകയാണ്. അതെല്ലാം ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖികളായി ജീവിച്ച് മരിക്കുക. പക്ഷേ അതിലെ മഹത്തായ ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ ദായിമൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് മാതൃകാ മുസ്ലിങ്ങളായി, ശരിയായ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ ഒന്നുകൂടി എന്നോടെന്ന പോലെ സ്നേഹം നിറഞ്ഞ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരോടും സഹോദരിമാരോടും ഉപദേശിച്ചുകൊള്ളുന്നു. 1-2 സംശയങ്ങളാണ്. ഒന്ന് ഈ പള്ളിയിൽ തന്നെ നടന്നതാണ് എന്ന് പറഞ്ഞു. അതായത് ഇമാമ് 2 റക്അത്ത് നിസ്കരിച്ച് അത്തഹിയ്യാത്തിൽ ഇരിക്കണമല്ലോ. അത്തഹിയ്യാത്തിൽ ഇരിക്കാതെ 3-ാമത്തെ റക്അത്തിലേക്ക് ഇമാം എഴുന്നേറ്റു.
അങ്ങനെ എഴുന്നേറ്റ് നിന്ന ശേഷം കൈ കെട്ടിയ ശേഷം പിന്നല്ല ആളുകൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പം അങ്ങോട്ട് അത്തഹിയാത്തുക്ക് മടങ്ങിയാൽ ആ നിസ്കാരം ദുർബലമാവോ ഇല്ലേ എന്ന്. അതായത് ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ട ഹദീസ് വന്നിട്ടുണ്ട്. അബൂദാവൂദൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബിശ്വാസം പറഞ്ഞു, ഇദാ ശക്ക അഹദുക്കും ഫി സലാത്തി, നിങ്ങൾ ആരെങ്കിലും നിസ്കാരത്തിൽ മറവി സംഭവിച്ച് അങ്ങനെ അദ്ദേഹം ഫഖാമ മിന റക്അത്തൈനി, 2 റക്അത്ത് അൽഫിർ റക്അത്തൈനി, 2 റക്അത്ത് നിസ്കരിച്ച് ഇരിക്കാതെ അയാളുടെ എഴുന്നേറ്റ് അങ്ങനെ വസ്തതമ്മ ഖിയാമഹു, വസ്തതമ്മ ഖിയാമ, അദ്ദേഹത്തെ നിൽക്കല് നേരെയാക്കി എന്ന് പറഞ്ഞ കൈയൊക്കെ കെട്ടി. അങ്ങനെ കൈയൊക്കെ കെട്ടിയ ശേഷമാണ് ആളുകൾ പിന്നീട് സുബ്ഹാനല്ലാഹ് അങ്ങനെ പറയാൻ തുടങ്ങിയത്. എന്നാൽ നബി ഫല്യംളീന, അവൻ ഒരിക്കലും മടങ്ങേണ്ട ആവശ്യമല്ല, അവൻ ആ 3ാമത്തെ റക്അത്ത് മുന്നോട്ട് പോകട്ടെ. ഫൽയസ്ജുദ് സജദത്തൈനി, ശേഷം അവൻ എന്ത് ചെയ്യാം, 2 റക്അത്ത് സഹ്വിന്റെ സുജൂദ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് നബി ഉടനെ പിന്നെ പറഞ്ഞ് വൈലം യത്തത്തിമ്മ ഖായിമൻ, അവൻ നിൽക്കുന്നവനായിട്ട് പൂർത്തിയായിട്ടില്ല, അങ്ങനെ ഉണർന്നും കൊണ്ടിരിക്കുകയാണ്, കൈ കെട്ടിയിട്ടില്ല, എഴുന്നേറ്റും കൊണ്ടിരിക്കുകയാണ്. കൈ കെട്ടി 3ാമത്തെ റക്അത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഫൽ യസ്ജുദ് അല്ല ഫൽ യജ്ലിസ്, അവൻ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ മടങ്ങി ഇരിക്കട്ടെ, അത് തത്തയാൽ ഇരിക്കട്ടെ. വലാ സഹ്വ ലഹു, അവൻ സുജൂദ് ചെയ്യേണ്ടതുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്, കൈ കെട്ടിയിട്ടില്ല. അപ്പൊ പിന്നിൽ ആളുകൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്തഹിയാത്തുക്ക് മടങ്ങിയിട്ട് പിന്നെ നമ്മൾ സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. ഇത് അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. ഇതിന് അല്പം ഒരു വിമർശനമുണ്ട്. എങ്കിലും ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു പ്രബല ഹദീസിൽ കാണാം, സല്ലാ ബിനാ റസൂലുള്ളാഹി ളുഹ്റ, ഒരിക്കൽ നബി ഞങ്ങളെയുമായി ളുഹ്ർ നമസ്കരിച്ചു. അങ്ങനെ ഫഖാമ, നബി എഴുന്നേറ്റ് ഫിൽ റക്അത്തൈനി, 2 റക്അത്തിൽ അത്തഹിയാത്തിൽ ഇരിക്കാതെ നബി എഴുന്നേറ്റ്. സഹാബത്ത് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. നബി അത് പ്രശ്നമാക്കിയില്ല. നബി നിന്ന ശേഷമാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ നബി നിൽക്കാതെ മടങ്ങാതെ അങ്ങനെ നിസ്കാരം പൂർത്തിയാക്കി ശേഷം നബി ഇപ്പൊ സലാം വിട്ടൊന്ന് പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷെ നബി സലാം വിട്ടാതെ 2 സുജൂദ് ചെയ്ത് ശേഷം സലാം കിട്ടി. അപ്പൊ ഈ 2 ഹദീസിൽ നിന്ന് വ്യക്തമാണ് നമ്മൾ മടങ്ങേണ്ട ആവശ്യമല്ല, നമ്മൾ കൈ കെട്ടി കഴിഞ്ഞാൽ പിന്നെ മടങ്ങേണ്ടതില്ല. പക്ഷെ മടങ്ങിയാൽ നിസ്കാരം ദുർബലമാവും എന്നതിന് തെളിവൊന്നും ഹദീസിലില്ല. പക്ഷെ ഷാഫി മദ്ഹബ് പറയുന്നത് ഫർളിന്ന് സുന്നത്തൊക്കെ മടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. ആ നിലയ്ക്ക് കൈ കെട്ടിക്കഴിഞ്ഞാല് മടങ്ങിയാല് നമസ്കാരം ദുർബലമാവും എന്ന് ഷാഫി മദ്ഹബിൽ അഭിപ്രായമുണ്ട്. നബിചര്യയിൽ നമസ്കാരം ദുർബലമാവും എന്നതിന് രേഖയൊന്നുമില്ല. അതേ സമയത്ത് ഇമാം ളുഹ്ർ നിസ്കരിക്കുകയാണ്, 5ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുകയാണ്. 5ാമത്തെ റക്അത്തിൽ എഴുന്നേൽക്കുമ്പം നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ വേളയിൽ ഇമാമ് മടങ്ങി, അത് കൈ കെട്ടിയ ശേഷം മടങ്ങി. എന്നാലും അത് നിസ്കാരത്തെ ബാധിക്കൂല. കാരണം ഇവിടെ ഫർളിന്ന് സുന്നത്തൊക്കെ മടങ്ങാന്നുള്ളതില്ല. അപ്പൊ ഇമാം 5ാമത്തെ റക്അത്തിൽ എഴുന്നേറ്റിട്ട് കൈ കെട്ടിയിട്ടുണ്ട്. ആ അവസരത്തിലാണ് സുബ്ഹാനല്ലാഹ് പറഞ്ഞെങ്കിലും അയാൾ മടങ്ങണം. പക്ഷെ മടങ്ങാതിരുന്നാലോ നമ്മൾ അത്തഹിയാത്ത് ഇരിക്കാൻ പാടില്ല. നമുക്ക് ഉറപ്പാണ് ളുഹ്ർ 4 ആയിക്കുന്ന ഉറപ്പായാലും നമ്മളും എഴുന്നേറ്റിട്ട് ഇമാമിന്റെ കൂടെ 5 റക്അത്ത് നിസ്കരിക്കണം. നിസ്കരിച്ച ശേഷം ഇമാം സഹ്വിന്റെ 2 സുജൂദ് മാത്രം ചെയ്യും. അപ്പൊ നമ്മൾ സഹ്വിന്റെ സുജൂദ് ചെയ്താൽ മതി നഷ്ടം. ആ വിഷയം അത്രയേ ഉള്ളൂ. ഇനി സ്നേഹിതന്മാര്, ഞാൻ നിങ്ങൾ ഓതിക്കേൽപ്പിച്ചത് സൂറത്ത് അൽ ബഖറയിലെ ആയത്താണ്. അതായത് ആദമിനെയും ഹവ്വയെയും നമ്മുടെ ആദ്യ മാതാപിതാക്കൾ അവരെ ആദ്യം ഒരു തോട്ടത്തിൽ താമസിപ്പിച്ച് പിന്നെ ഒരു കൽപ്പന പുറപ്പെടുവിച്ച് അത് ലംഘിച്ചപ്പോൾ അതിനോടനുബന്ധിച്ച് ഭൂമിയിലേക്ക് നമ്മളെ ജീവിക്കാൻ വിട്ടതിന്റെ ഒരു തത്വമാണ് കഴിഞ്ഞ കുത്തുബിൽ പറഞ്ഞത്. മറ്റൊരു തത്വമാണ് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹ് പറയാം, ആദമും ഹവ്വയും ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തി ഫതാബ അലൈഹി ഇന്നഹു വത്തവ്വാബുർ റഹീം. ബൈബിൾ പറഞ്ഞ അങ്ങനെയല്ല. ബൈബിൾ അങ്ങോട്ടും കുറ്റം പറഞ്ഞിരുന്ന ആദം ഹവ്വ പറഞ്ഞ ഹവ്വയാണ് പഠിച്ചവനെ എന്റെ കൂടെ താമസിക്കാൻ ഏൽപ്പിച്ച ഈ പെണ്ണാണ് ഹവ്വയാണ് എന്നെ തെറ്റിച്ചതെന്ന് പറഞ്ഞു. ഹവ്വയാണെങ്കിൽ ആദമിനും കുറ്റം പറഞ്ഞ് അങ്ങനെ ഒരിക്കലും അവർ തൗബ ചെയ്ത് മടങ്ങിയത് ബൈബിൾ പറയുന്നില്ല. അവസാനം പഠിച്ചവൻ വളരെ ദുഃഖിതനായി മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ഇനി ആദം ഹവ്വയും ചെയ്ത തെറ്റിന്ന് എന്താ മോചനം? അതിന് ദൈവം തന്നെ മറിയം ബീബിന്റെ അടിവയറ്റിലൂടെ വന്ന് എന്നിട്ട് കുരിശിമ തറച്ചിട്ട് പാപ്പമാരൊക്കെ ആയിട്ട് പോയിന്ന ഇത്ര വികലമായതാ പറയുന്നത്. എന്നാ ഇസ്ലാം അങ്ങനെയല്ല. സ്നേഹിതന്മാരോ തെറ്റ് ചെയ്ത ഉടനെ തന്നെ കുറ്റബോധം ഉണ്ടായി. അങ്ങനെ അവർ പടച്ചവനോട് തൗബ ചെയ്ത് ഖേദിച്ചു. എന്നിട്ട് അല്ലാഹ് പറയാ ഫതാബ അലൈഹിം, പടച്ചവൻ അവരുടെ തൗബ സ്വീകരിച്ചു എന്നാ. തൗബ സ്വീകരിച്ചതിനു ശേഷം പറയാ കുൽ നഹ്ബിതു മിൻഹാ ജമീഅൻ,
പടച്ചോൻ പറഞ്ഞ് തോബയൊക്കെ സ്വീകരിച്ചട്ടോ, നിങ്ങളെ ഖേദം സ്വീകരിച്ച്, എങ്കിലും നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നമാണ് സുഹൃത്തുക്കളെ. കാരണം തോബ ചെയ്തിട്ട് എന്തിന് ഭൂമിക്ക് അവരെ വിട്ടത്? നമ്മൾ പറഞ്ഞേക്കും ഭൂമിക്ക് താമസിക്കാനാണ് അവരെ പ്രതിനിധിയായിട്ട് സൃഷ്ടിച്ചത്, അതുകൊണ്ടാണ്. അതുകൊണ്ടാണെങ്കിൽ സ്നേഹിതന്മാരെ മാസം കൂടി താമസിപ്പിച്ചിട്ടായാ പോരായിരുന്നോ? അല്ലെങ്കിൽ കൊല്ലം കൂടി അവർക്ക് താമസിപ്പിച്ചിട്ടായാമായിരുന്നല്ലോ. അള്ളാഹ് തൗബ സ്വീകരിച്ചെന്നിട്ട് ഉടനെ തന്നെ അവരെ ഭൂമിയിലേക്ക് ആട്ടിവിടുകയാണ്. എന്തിനാണ്? വലിയൊരു തത്വമാണ്. അതായത് ഞാൻ നിങ്ങൾ തെറ്റ് ചെയ്താൽ പടച്ചോൻ നമുക്ക് പുറത്തു തന്നു വരും, അത് പുറത്ത് തരും ചെയ്യും. ഇർശാസ് ഒരിക്കൽ പറഞ്ഞു, അള്ളാഹു അഫ്റഹു തൗബത്തി അബ്ദി, പടച്ചോന് തന്റെ ഒരു അടിമ തൗബ ചെയ്താൽ ഏറ്റവും അധികം സന്തോഷമാണ് അള്ളാഹ്ക്കുണ്ടായി. നമ്മളെ തെറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ തൗബ ചെയ്ത പടച്ചോന് ഏറ്റവും സന്തോഷമാണ് മിൻ അഹദിക്കും, നിങ്ങൾ ഒരുവനേക്കാളും. ഓനൊരു വനഭൂമിയുടെ യാത്ര ചെയ്യാണ്, ഓന്റെ വെള്ളവും ഭക്ഷണമൊക്കെ ഒരു ഒട്ടകപ്പുറത്താണ്. അങ്ങനെ കുറെ സഞ്ചരിച്ചപ്പോ ഒരു മരുപ്പച്ച കണ്ട് ഓൻ അല്പം ഒന്ന് വിശ്രമിക്കാന്ന് പറഞ്ഞ് ആ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങിക്കാണ്ട് ആ മരത്തിന്റെ ചുവട്ടിലൊന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ എണീറ്റ് നോക്കുമ്പോഴോ ഒട്ടകത്തെ കാണില്ല. അലൈഹ തആമുഹു വ ശറാബുഹു, അവന്റെ ഭക്ഷണവും പാനീയൊക്കെ അതിന്മേലാണ്, വേറെ തുള്ളി വെള്ളം അവന്റെ കയ്യിലില്ല. അങ്ങനെ കുറെ ഒട്ടകത്തെ അന്വേഷിച്ച് നോക്കി, ഒട്ടകത്തെ കണ്ടില്ല. അപ്പൊ അവന് ഉറപ്പായി ഞാനിവിടെ വീണ് പറഞ്ഞ് മരിക്കേണ്ടി വരുന്നു, എങ്കിലും എന്റെ മരണം എന്റെ ഒട്ടകം നഷ്ടപ്പെട്ടു പോയ മരത്തിന്റെ ചുവട്ടും തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് മരിക്കാൻ വേണ്ടി മരത്തിന്റെ ചുവട്ടിക്ക് വന്നതാ. അങ്ങനെ മരിക്കാൻ വേണ്ടി മൂപ്പര് കടന്നതാ. അവിടെ ഉറങ്ങിപ്പോയി. വീണ്ടും എഴുന്നേറ്റ് നിൽക്കുമ്പോഴോ ഒട്ടകം അടുത്തന്നെ നിൽക്കുന്നുണ്ട്, ഭക്ഷണവും പാനിയൊക്കെ ഭദ്രമായിട്ടുണ്ട്. ആ മനുഷ്യൻ സന്തോഷം കാരണം പറഞ്ഞുപോയി, അല്ലാഹുമ്മ അൻത അബ്ദി വാന റബ്ബുക്കാന്ന് പറഞ്ഞു. അഫ്തഹ മിൻ ശിദ്ദത്തിൽ ഫറഹി, പടച്ചോനെ നീ എന്റെ അടിമയാണ്, ദാസനാണ്, ഞാൻ എന്റെ റബ്ബാണ് എന്ന് പറഞ്ഞു പോയി. അയാൾ ഉദ്ദേശം എന്താ? പടച്ചോനെ നീ എന്റെ റബ്ബാണ്, ഞാൻ എന്റെ കൊച്ചു തടിയനാണ്, ഞാൻ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വരെ ജിന്നിനി മരക്കിനും വിളിച്ച് തേടിയില്ല ഒട്ടകം കിട്ടാൻ വേണ്ടി, മരിച്ചോനെയും വിളിച്ച് ഞാൻ തേടിയില്ല, നിന്നെ മാത്രം ഞാൻ വിളിച്ച് തൗഹീദ് ക്ലിയറാക്കി. അതുകൊണ്ട് പടച്ചോനെ എന്നെ രക്ഷപ്പെടുത്തിയാണ് അൻത റബ്ബി വാന അബ്ദുക എന്ന് പറയേണ്ടിയിരുന്നത്. പക്ഷെ മനുഷ്യന്റെ സന്തോഷത്തിന്റെ ആധിക്യം കാരണം പടച്ചോനെ നീ എന്റെ അടിമയും ഞാൻ എന്റെ റബ്ബാണ് എന്ന് പറഞ്ഞു പോയില്ല, സന്തോഷം കാരണം. ഇതിനേക്കാളും സന്തോഷാണ് ഒരു മനുഷ്യൻ തമ്മാടിയും തോന്നിയൊക്കെ കുറെ കൊല്ലത്തോളൊക്കെ ജീവിച്ച് അല്ലെ ജീവിതത്തിൽ ഒരു പുടുക്കുത്ത് വന്ന് ശുദ്ധമായ മനസ്സോടുകൂടി ഖേദിച്ച് മടങ്ങിയാൽ പടച്ചോൻ നമ്മുടെ തൗബ സ്വീകരിക്കും സയ്യിദന്മാരെ. എന്നാലും നാട്ടുകാർ സ്വീകരിച്ചോണമെന്നില്ല. നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥാനമുണ്ടല്ലോ, അത് വീണ്ടെടുക്കാൻ ഒരിക്കലും സാധിക്കൂല. അപ്പൊ ഞാനൊരു അഭിഹിത ബന്ധനിൽ വന്നുപോയി, അത് നിങ്ങളൊക്കെ അറിഞ്ഞും ചെയ്ത് ഞാൻ ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങിയാലും നിങ്ങളെ മനസ്സിലേക്കുള്ള ബഹുമാനം വീണ്ടെടുക്കാൻ പറ്റുമോ? ആദരവ് വീണ്ടെടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അത് പഠിപ്പിക്കാനാണ് പടച്ചോന് ആദമിന്റെ തൗബ ഖേദം സ്വീകരിച്ചിട്ടും പിന്നെ ഒരു ദിവസം വരെ ആ തോട്ടത്തിൽ താമസിക്കാൻ അനുവാദം കൊടുക്കാതെ വേഗത്തിൽ ഭൂമിയിലേക്ക് വിട്ടത് ഈ തത്വം നമ്മളെ പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ തെറ്റ് ചെയ്യാൻ ശ്രമിക്കല്ല വേണ്ടത്. തെറ്റ് ചെയ്താൽ യുബദ്ദിലുല്ലാഹു സയ്യാത്തിൻ ഹസനാത്ത് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മുടെ തിന്മ പടച്ചോൻ നന്മയായിട്ട് വരെ മാറ്റി മറിച്ചെന്ന് വരും. പക്ഷെ അതൊക്കെ വിചാരിച്ചിട്ട് പടച്ചോൻ തൗബ സ്വീകരിക്കുക വിചാരിച്ചിട്ട് നമ്മൾ തെറ്റ് ചെയ്യല്ല വേണ്ടത്. പരമാവധി ഓരോ രംഗത്തും തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഭരണാധികാരി അഴിമതി കൈകൂലി വാങ്ങലേക്ക് തെറ്റുണ്ടായി, പക്ഷെ അവന് ചിലപ്പോ പടച്ചോൻ പുറത്തോട്ടേക്കും 1,70,50,000 കോടി കട്ടാലും പടച്ചോൻ ചിലപ്പോ അവന് മാപ്പാക്കി വരും. എന്നാലും നാട്ടുകാര് പ്രജകള് അത് പുറത്തു കൊടുക്കാൻ മനസ്സുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അഴിമതി നടത്താനും തെറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കല്ല വേണ്ടത്. ആ വന്നു പോയാൽ പടച്ചോൻ മാപ്പ് ചെയ്താലും സമൂഹത്തിലുള്ള സ്ഥാനങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റൂല എന്ന് പഠിപ്പിക്കാനാണ് തൗബ അല്ലാഹ് സ്വീകരിച്ചിട്ടും ഒരു കൊല്ലെങ്കിലും നിങ്ങൾ അവിടെ താമസിച്ചോളി എന്ന് അവസരം കൊടുക്കാതെ ഉടനെ ഭൂമിയിലേക്ക് വിട്ടതിന്റെ തത്വം അതാണ്. അതുകൊണ്ട് ആ വിഷയം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കൽ സ്നേഹിതന്മാരെ. മനഃപൂർവ്വം ഒരിക്കൽ നമ്മൾ കരുക്കൾ നീക്കി തെറ്റ് ചെയ്യരുത്. മനുഷ്യനല്ലേ എന്ന് പോയാലും വന്നേക്കാം. ഇനി മനഃപൂർവ്വം ചെയ്താൽ തന്നെ നമ്മുടെ ബാധ്യത എന്താ? ഖേദിച്ച് മടങ്ങലാണ്. അത് ചിലപ്പോൾ അല്ലാഹ് സ്വീകരിച്ചെന്ന് വരും. ഇപ്പൊ നിങ്ങളൊരു മോന് ബാപ്പാനോട് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞു, ഉപ്പ എന്റെ സ്വത്ത് എനിക്ക് വിഹിതം തരണം എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു മോനെ പമ്മിയും പാപ്പിയും സ്വത്ത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ മോന് വാശി പിടിച്ച് എന്റെ വിഹിതം തരണം എന്ന് പറഞ്ഞു ഓന്റെ ഓഹരി കൊടുത്ത് തൊലച്ച്
തൊലച്ച ശേഷവും പീഡിയത്തിണ്ണയിലൊക്കെ ഇങ്ങനെ കടന്നുറങ്ങാണ്, നിങ്ങളെ സമീപിക്കണില്ല. നിങ്ങൾ പറയില്ലേ ഓൻ ചെയ്തതൊക്കെ തെറ്റാണ്, എന്നാലും ഓനെ പ്രസവിച്ചത് ഞാനല്ലേ, എന്റെ മകനല്ലേ എന്നൊന്ന് വന്നിട്ട് എന്നോട് സങ്കടം പറഞ്ഞു നോക്കിക്കൂടെ എന്ന്. അങ്ങനെ സങ്കടം പറഞ്ഞാല് നിങ്ങൾ വടിയെടുത്ത് തച്ചു ഓടിച്ചാ പോടാ, അന്റെ വിഹിതൊക്കെ വറ്റിയിട്ട് പിന്നെ അഞ്ചന്മാർ തിന്നാൻ വേണ്ടി വരികയാണോ വെച്ച് ആട്ടി വിട്ടാൽ നീതിയാണ്. പക്ഷെ വിശാലമായ നിങ്ങളെ പിതാവെന്ന മനസ്സോടുകൂടി മാതാവെന്ന മനസ്സോടുകൂടി സ്വീകരിച്ചാലും എന്ത് തന്നെയാണ്? നീതിയാണ്. രണ്ടും നിങ്ങൾക്ക് ചെയ്യാം. അതേമാതിരി നമ്മൾ കരുക്കൾ നീക്കി തെറ്റ് ചെയ്യുകയാണെങ്കിൽ പടച്ചോനെ തൗബ സ്വീകരിക്കേണ്ട ബാധ്യതയല്ല, എന്നാലും നമ്മുടെ ബാധ്യതയാണ് തൗബ ചെയ്യുക എന്നുള്ളത്. പടച്ചോൻ അത് സ്വീകരിക്കാതിരിക്കാൻ ചെയ്തേക്കാന്നർത്ഥം. എങ്കിലും ഞാൻ പറഞ്ഞ മാതിരി തെറ്റുകൾ ചെയ്യാൻ ശ്രമിക്കല്ല. ആ തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ പടച്ചോൻ നമുക്ക് പുറത്തു തന്നാലും നമ്മൾ ചെയ്ത തെറ്റ് നന്മയാക്കി മാറ്റിയാലും സമൂഹത്തിൽ നമുക്ക് സ്ഥാനവും പദവിയും അത് വീണ്ടെടുക്കാൻ പറ്റൂല. അതുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കാൻ പരമാവധി ജാഗ്രത പുലർത്തണം എന്ന തത്വം കൂടി പഠിപ്പിക്കാനാണ് പടച്ചോന് ഏകദേശം ഒരു നാടകം തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പടച്ചോനെ അറിയാലോ പാത നബി തെറ്റ് ചെയ്യുന്നുള്ളത്. ഇനി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഓരോ ഭൂമിക്ക് തന്നെയാണ് പിന്നെ ഇങ്ങനെ കൽപ്പനയൊക്കെ കൊടുത്തത് ഈ മഹത്തായ തത്വങ്ങൾ പഠിപ്പിച്ചിട്ട് നമ്മളെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഓരോ തത്വങ്ങളും കൂടി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം. പടച്ചവനിലെ മഹത്തായ ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. പടച്ചവനെ ഭൗതികവും പാരത്രികവുമായ ധാരാളം ജോലികൾ കടപ്പാടുകൾ ചെയ്തു തീർക്കാൻ കടപ്പെട്ടവരാണ് ഞങ്ങൾ, ബാധ്യസ്ഥരാണ്. അതിനുള്ള ശാരീരികവും സാമ്പത്തികവും മാനസികമായ ഇഫത്ത് ഐശ്വര്യം നീ പ്രദാനം ചെയ്യണമേ. പടച്ചവന് രോഗമായി വീടുകളിലും ആസ്പത്രികളിലും സുഖമില്ലാതെ കിടക്കണ ഉമ്മമാർക്കും ഉപ്പമാർക്കും ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കും സർവ്വ സഹോദരീ സഹോദരന്മാർക്കും എന്റെ മഹത്തായ ശിവ കാരണം രോഗശമനം കാരണം രോഗശമനം നൽകണമേ. പടച്ചവൻ ഞങ്ങൾ നടത്തതായിട്ടും വിദൂരത്തായിട്ടും മറ്റേ ഉമ്മമാർക്കും ഉപ്പമാർക്കും ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കും സർവ്വ മുസ്ലിം സഹോദരീ സഹോദരന്മാർക്കും എന്റെ മഹത്തായ പാപമോചനം കൊണ്ടും എന്റെ മഹത്തായ റഹ്മത്ത് കാരണവും അവിടെ ഖബർ ജീവിതവും പരലോക രക്ഷ നടന്നതാക്കണമേ. പടച്ചൊരു കൂട്ടം സ്വർഗത്തിലേക്ക് കൂട്ടം നരകത്തിലേക്ക് വിധികൽപ്പിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് ഇതിൽ കൂട്ടത്തെ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ അഫിർ അലൈനാ സബ്റൻ ഫസബ്ബിത് അഖ്ദാമനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹു അക്ബർ.